നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ബിഗ് ക്യാറ്റ് റൈഫിളാണ്. ഗ്യാമോ ബിഗ് ക്യാറ്റ് 100 എന്ന മോഡലാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മെയ്ഡ് ഇൻ സ്പെയിൻ ആണ്, ഇമ്പോർട്ടഡ് മോഡലാണ്. സ്പ്രിങ്ങർ വെർഷനാണ്. അതുപോലെ തന്നെ 1250 FPS ആണ് ഇതിൻ്റെ ഫയറിംഗ് സ്പീഡ്. 20 ജൂൾ താഴെയുള്ള മോഡലാണ്. 4.5.177 കാലിബറാണ്. ഓക്കൂട്ടിൽ തീർത്തിരിക്കുന്ന ഇതിൻ്റെ സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ ഇതിന് വെയ്റ്റ്ലെസ് ആണ്. 2.7 കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റ്. ഇത് കാറ്റഗറി ഡിയിൽ പെട്ടിരിക്കുന്ന റൈഫിളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ലൈസൻസോ അതുപോലെ തന്നെ പ്രത്യേക രജിസ്ട്രേഷനുകളോ ഒന്നും ആവശ്യമായിട്ടില്ല. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ബാരൽ പോർഷനാണ്. അതിൻ്റെ അറ്റത്ത് നമ്മൾ കാണുന്നത് അതിൻ്റെ സൈറ്റാണ്. ഇതിൻ്റെ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നൈറ്റ് വിഷൻ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ രാത്രി വളരെ കൃത്യമായ വ്യക്തത ഇതിൽ തരുന്നുണ്ട്. പകൽ സമയത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ട്രിഗറാണ് നമ്മൾ കാണുന്നത്. 2 ട്രിഗർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നതിൻ്റെ ലോക്കാണ്, ചെറിയ പോർഷൻ. ഓക്വുഡ് സ്റ്റോക്കിൻ്റെ ഒരറ്റത്ത് ഗ്യാമോയുടെ എംബ്ലം ഉണ്ട്. അതിൻ്റെ അറ്റത്ത് നമ്മുടെ റബ്ബർ കുഷനും കൊടുക്കും. റീകോയിലിംഗ് എഫക്റ്റ് കുറയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള റൈഫിളിൻ്റെ ബോഡി. വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കതിൻ്റെ ഫയറിംഗ് റിവ്യൂയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ നമുക്കതിനെ സ്കോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രേക്ക് ബാരൽ ടൈപ്പാണ്. സോ നമ്മളതിനെ സ്കോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അധികം എഫേർട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 0.177 പെല്ലറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രിഗർ സിസ്റ്റമാണ് ശ്രദ്ധിക്കേണ്ടത്. 2 ട്രിഗർ ടൈപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന് അതിൻ്റെ ഒറിജിനൽ ട്രിഗറാണ്, രണ്ടാമത്തേത് അതിൻ്റെ ലോക്കാണ്. ലോക്കിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കായി പോകും. അത് ഉപയോഗിക്കാത്തപ്പോഴും കോക്ക് ചെയ്യുന്ന സമയത്തുമാണ് നമ്മൾ ലോക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് അതിനെ അൺലോക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന 1.177 പെല്ലറ്റ് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ്. റാന്നിയിൽ സാംസങ് ആർമറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. മാർഷൽ ഷോട്ട്സിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ പോയിൻറ്റഡ് പെല്ലറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ലെഡിൻ്റെ പെല്ലറ്റാണ്. ഫയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഡിഫോം ആവുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ ലോഡ് ചെയ്യാം. നമ്മളത് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് പോയിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്കതിന് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു 15 മീറ്റർ അകലെ വെച്ചിരിക്കുന്ന ഒരു ഡയറിയാണ് ടാർജറ്റ്. ഏകദേശം 3/4 ഇഞ്ച് കനമുള്ളൊരു ഡയറിയാണ്. അതിൻ്റെ പെനട്രേഷൻ എത്രയുണ്ടെന്നും അതിൻ്റെ അക്യുറസി എത്രയുണ്ടെന്നും നമുക്ക് നോക്കാം. ഞാനത് ഫയർ ചെയ്യാണ്. ഫയർ ചെയ്ത് കഴിഞ്ഞ് മൂന്ന് ഷോട്ട് ഞാൻ ചെയ്തു. ഇനി അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പെനട്രേഷൻ എത്രയും ഡീപ്പായിട്ട് പോയിട്ടുണ്ടെന്ന്. ഏകദേശം അതിൻ്റെ ഡയറിയുടെ പകുതിയിൽ കൂടുതൽ ദൂരം അത് പെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫോം ആയിരിക്കുന്ന പെല്ലറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അതിന് ഡിഫോമേഷൻ സംഭവിച്ചിട്ടില്ല. നേരെ മറിച്ച് കോൺക്രീറ്റിലോ കല്ലിലോ ഒക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് ചെതറി പോയേനെ. സോ ഇതാണ് ഫയർ ചെയ്ത പെല്ലറ്റും ഫയർ ചെയ്യാത്ത പെല്ലറ്റും ഞാനൊരു ഡയറിയുടെ മുകളിൽ വെച്ചിരിക്കുന്നത്. വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് 3 ഷോട്ട് ഒരേ ഏകദേശം അടുപ്പിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ടത് അടുത്ത റിവ്യൂവിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 100ൻ്റെ തന്നെ ഗ്യാമോ ഒറിജിനൽ പെല്ലറ്റ് യൂസ് ചെയ്യും.
മാഗ്നം 100 അങ്ങനെ പല മോഡലുകളുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.